തൃശൂർ വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ എന്ന ജയിൽ പുള്ളി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ വിയ്യൂർ ജയിൽ പരിസരത്താണ്. എനിക്ക് പുറകിലാണ് ഈ ജയിലുള്ളത്. ഈ ജയിലിൽ എത്തുന്നതിന് മീറ്ററുകൾ മാത്രം മുൻപിലുള്ളപ്പോൾ ഏതാണ്ട് ഈ സ്ഥലത്ത് വെച്ചാണ് പോലീസ് ഈ കുറ്റവാളിയായ ബാലമുരുകനെ മൂത്രമൊഴിക്കാനായി അയാളെ വാഹനത്തിൽ നിന്നും ഇറക്കി കൊടുക്കുന്നത്. കൊടും കുറ്റവാളിയാണ് ഇയാൾ. 53-ലധികം കേസുകളിൽ പ്രതിയാണ്. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഈ കാണുന്ന പച്ചക്കറി തോട്ടത്തിലേക്ക് ചാടി പ്രതി രക്ഷപ്പെട്ടു എന്നാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഷ്യം. വിരുദുനഗറിലെ കോടതിയിൽ കോടതി നടപടികൾക്കായി പോയി മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെയും ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. അത് പരിഗണിച്ചുകൊണ്ട് ഇയാളെ കൂടുതൽ സുരക്ഷയിൽ കൊണ്ടുപോവുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിന് തൊട്ടടുത്ത് വെച്ച് പോലീസ് ഇയാൾക്ക് ഒരർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താണ് കാണുന്നത്. ഈ കാണുന്ന പച്ചക്കറി തോട്ടത്തിനപ്പുറം വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ കോമ്പൗണ്ടാണ്. അതിന്റെ മറുഭാഗത്ത് കരിമ്പിൻ തോട്ടമുണ്ട്, പിന്നെ ഹൗസിംഗ് കോളനിയാണ്. ഇതിൽ ഏതു ഭാഗത്തേക്കാണ് രാത്രി സമയത്ത് കുറ്റവാളി മാഞ്ഞു പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. സ്വാഭാവികമായും ഏറെക്കാലമായി ഈ ജയിലിന് അകത്തുണ്ടായിരുന്ന ആളെന്ന നിലയിൽ, അന്തേവാസി ആയിരുന്നു എന്ന നിലയിൽ ഈ പ്രദേശവും പരിസരവും ഒക്കെ തന്നെ ഈ കുറ്റവാളിക്ക് നല്ല പരിചിതം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഏതു ഭാഗത്തേക്കാണ് ഇയാൾ മറഞ്ഞു പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഇയാൾ സാധാരണ രക്ഷപ്പെടുന്ന രീതി ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് ബൈക്കുകളിൽ കടന്നു കളയുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത് എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശഭാഗത്ത് ആരുടെയെങ്കിലും ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊരു മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും കവർച്ച, കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ ബാലമുരുകനാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. വിയ്യൂർ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. തമിഴ്നാട് പോലീസും ഇവിടെ തുടരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരച്ചിൽ പ്രതിക്കായി പോലീസ് നടത്തുകയാണ്. തൃശൂർ നഗരത്തിലാകെ വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. നിരവധി കേസുകളിൽ കുറ്റവാളിയായ ഇയാളെ ഉടൻ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.